നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എസ്റ്റമാറ്റിൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊട്ടുന്ന വാട്സ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് ആണ്. സിക്സ് ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ റിലേഷനിൽ ഒരു റീയൂണിയൻ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്ന എനർജി ആണെങ്കിൽ തിരികെ റിലേഷനിലോട്ട് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് വരുന്നതായിട്ടാണ്. ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനിലാണ്, അവര് തിരികെ വരില്ല എന്നുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളെ കാണാനും സംസാരിക്കാനും ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് അവരുടെ ഭാഗത്തുനിന്ന് മുന്നോട്ട് ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഫൈവ് ഓഫ് സോഴ്സ് എനർജിയാണ്. ഈ റിലേഷന്റെ കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ എപ്പോഴും ആ ഒരു കൺഫ്യൂഷനും പ്രശ്നങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അവരെ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും അവർക്ക് ഹേർട്ട് ആവുന്ന രീതിയിൽ നിങ്ങളും സംസാരിക്കുന്നുണ്ടാവാം, അവർ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവാം. അതപ്പോൾ അവരെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് റിലേഷന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട് അതിന്റെ പേരിൽ എന്നാണ് കാണിക്കുന്നത്. അവർക്ക് ഈ റിലേഷൻ വേണം, നിങ്ങളോടുള്ള സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും ഈ റിലേഷനിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അവരെ ഭയങ്കരമായിട്ട് റിലേഷനിൽ ബാക്കോട്ട് വലിക്കാൻ, അല്ലെങ്കിൽ അവരെ റിലേഷൻ ചൂസ് ചെയ്യുന്നത് പിന്നോട്ട് മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ ഹയറോഫന്റ് എനർജിയാണ്. ഇവിടെ ഈ റിലേഷനിൽ അവർ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒരു കമ്മിറ്റ്മെന്റ് വേണം, അല്ലെങ്കിൽ ഒരു മാരേജ്, അങ്ങനെ ഒരു കാര്യത്തിലൂടെ റിലേഷൻ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. മാത്രമല്ല ഇപ്പം നിങ്ങൾ കാസ്റ്റ് വേറെയാണ്, റിലീജിയൻ വേറെയാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ റിലേഷനിൽ അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് അവർ തരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ രണ്ടുപേരും തമ്മിൽ ആ ഒരു ബോണ്ടിങ്ങിൽ നിന്നുകൊണ്ട് സ്പിരിച്വലി കുറച്ചുകൂടി ഒരു ഗ്രോത്തിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത്. ഈ റിലേഷൻ നിങ്ങളെ ഒരു സ്പിരിച്വൽ ഗ്രോത്തിലോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ചിലപ്പം ഈ റിലേഷനിൽ നിങ്ങൾ ഇൻവോൾവ്ഡ് ആയതിനു ശേഷമായിരിക്കാം നിങ്ങൾക്ക് കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ. അപ്പം നിങ്ങളെ ഇപ്പൊ നിൽക്കുന്ന ലെവലിൽ നിന്ന് കൂടുതൽ നിങ്ങളെ സ്പിരിച്വൽ കണക്ഷനിലോട്ട് കൂടുതൽ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. ദ ഫുൾ കാർഡാണ്. ഇവിടെ ഇപ്പം വേറെ റിലീജിയൻ ആണ്, കാസ്റ്റ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ആ ഒരു പ്രതിസന്ധി, ആ ഒരു പ്രശ്നത്തെ മറികടക്കാൻ നിങ്ങളുടെ പേഴ്സൺ ഓക്കെ ആണ്, അവരതിന് തയ്യാറാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നാൽ അതിനെ അവർ ഓവർകം ചെയ്യാൻ റെഡി ആണെന്നുള്ള രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ളത് എന്നാണ് കാണിക്കുന്നത്. ദ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. ഇവിടെ മിക്കവാറും ഒരു റിലേഷൻ ആവാനുള്ള ചാൻസ് ഇല്ല. ഇവിടെ ഒരു ഫാമിലി, അല്ലെങ്കിൽ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു എതിർപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഫാമിലി ആയിരിക്കാം തേർഡ് പാർട്ടി ആയിട്ട് വരുന്നത്, അതല്ലെങ്കിൽ സാഹചര്യങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ റിലീജിയൻ, കാസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങളുടെ റിലേഷൻ ഇടയ്ക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ പ്രശ്നത്തെ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കാനും ആ പ്രശ്നത്തെയും ഓവർകം ചെയ്യാനും നിങ്ങളുടെ പേഴ്സൺ തയ്യാറാവുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ചില സമയത്തൊക്കെ അവരെ ഡൗൺ ആക്കുന്നുണ്ട്. ഇപ്പോൾ ഫാമിലി ഒക്കെ ആണെങ്കിൽ അവരോടുള്ള അറ്റാച്ച്മെന്റ് അവരെ ഡൗൺ ആക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഡൗൺ ആയാലും അവരതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ഈ റിലേഷൻ ഒരിക്കലും അവർ നഷ്ടപ്പെടുത്തില്ല എന്നുള്ളത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് വാൺസ് എനർജി കാണിക്കുന്നത് ഇപ്പോഴുള്ള ഈ ഒരു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കോ സംസാരമോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഒരു ചേഞ്ച് വരുന്നു, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം വരുന്നു, ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു എന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഒരു സാവധാനമുള്ള ഒരു മാറ്റത്തിലോട്ട് റിലേഷൻ പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി, മെസ്സേജ് കാർഡ് കൂടി നോക്കാം. ഫോർഗീവ്നെസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഹേർട്ട് ആവുന്ന രീതിയിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ.
അണ്ടർസ്റ്റാൻഡിങ് എന്ന് കാണിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളോടുള്ള സ്നേഹം അവരുടെ മനസ്സിൽ എത്രമാത്രം സ്ട്രോങ് ആണെന്നുള്ളത് തിരിച്ചറിയാൻ കൂടി ഈ ഒരു സെപ്പറേഷൻ അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ഉത്രം, ലെറ്റർ ആർ, ലെറ്റർ എച്ച്, പൂരാടം, ലെറ്റർ സി, ലെറ്റർ ക്യൂ, അനീഴം, പുണർദം, രോഹിണി, ലെറ്റർ ഡി, ഉത്രട്ടാതി, തൃശൂർ, കോട്ടയം, തിരുവനന്തപുരം, അവിട്ടം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.